പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 നെക്സ്റ്റ് പോർഷനാണ്. വിഷ്വലൈസിങ് ലീനിയർ റിലേഷൻഷിപ്സ് എന്നുള്ള പോർഷനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടു അല്ലേ, ലീനിയർ പാറ്റേൺസും അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പിനെ y = ax + b എന്ന് പറയുന്ന ഒരു ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് പല എക്സാമ്പിൾസും നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇക്വേഷനെ സ്ട്രെയിറ്റ് ലൈനിൽ പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ഒരു ലീനിയർ ഇക്വേഷൻ പ്ലോട്ട് ചെയ്യുന്നതിന് നമുക്ക് 2 പോയിൻറ്റ്സുകൾ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. y = 2x + 1. We may identify 2 points as follows. അപ്പോൾ നോക്കിയേ, y = 2x + 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. y = 2x + 1 എന്ന് പറയുന്നത് 2x + 1 എന്താ, ലീനിയർ ഇക്വേഷനാണ് അല്ലേ. അതായത് ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 പോയിൻറ്റുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, a0,1. a0,1 എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എക്സ് ആക്സിസ് 0യും വൈ ആക്സിസ് 1ഉമാണ്. അതായത് എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് 1ഉം. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ കോർഡിനേറ്റ്സ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ പോയിൻ്റ് വൈ ആക്സിസിലാണുള്ളത് അല്ലേ. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ലൈ ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് 0,1 ആ പോയിൻറ്റിനെ നമ്മൾ എ എന്ന് എടുത്തു. ഇനി അടുത്ത വേറൊരു പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് ബി. ബിയിൽ എക്സ് എന്താണ്, 3. ഇതാ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് 3 ആണ്, വൈ ഈസ് 7. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3യും വൈ കോർഡിനേറ്റ് 7ഉമായിട്ടാണ് ഇവിടെ വരിക. ഇതിനെ തമ്മിൽ, ഈ പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകളും എവിടെയാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, ഈ 2 കോർഡിനേറ്റ്സും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പോയിൻറ്റ്സിന് എക്സും വൈയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. 1ഉം 3ഉം 7ഉം 15ഉം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൈനിൽ, ഈ പോയിൻറ്റ്സുകൾ ലൈനിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും എക്സ് 1ഉം വൈ 3യും. ഇതാ ഇവിടെ വരും കണ്ടോ, 1,3 എന്ന് വരും. ഇനി 7,15 നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അത്രയും ഗ്രാഫ് നമുക്കിവിടെ വരച്ച് തന്നിട്ടില്ല. അപ്പോൾ അതും ഇവിടെ തന്നെ വരും. നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിൻറ്റുകൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇഫ് എ പോയിൻറ്റ് ലൈസ് ഓൺ എ ലൈൻ ഇറ്റ്സ് കോർഡിനേറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇനി നമുക്ക് 7,15 നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കണം. എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം? വെരിഫൈ ചെയ്യാൻ വേണ്ടി y = 2x + 1 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മുടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ y = 2x + 1ൽ x is 7 and y is എന്തായിരുന്നു, y is 15, y 15ഉം. ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. y 15 2 × x is 7 + 1. 15 = 7 × 2 14, 14 + 1 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 15 = 15 എന്ന് കിട്ടി. LHSഉം RHSഉം സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 7,15 എന്ന് പറയുന്ന കോർഡിനേറ്റ് y = 2x + 1 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കിവിടെ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം. നോക്കിയേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് 1 എക്സ് 1 ആകുമ്പോൾ y 3 ആണ് എന്ന് തന്നിട്ടുണ്ട്, കോർഡിനേറ്റ് 1,3. അടുത്തത് എക്സ് 2 ആകുമ്പോൾ y എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് 2 ആകുമ്പോൾ y എന്തായിരിക്കും, when x is equal to 2 y is equal to 2x + 1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും, 2 × എക്സിന് പകരം 2 കൊടുക്കുന്നു +1 is equal to
4 + 1 5. അപ്പോൾ y നമുക്ക് 5 എന്ന് കിട്ടി. ഇനി അടുത്തത് x 5 ആകുമ്പോൾ when x is equal to 5, y is equal to 2 × 5 + 1 is equal to 11. ഇനി അടുത്തത് x is equal to 9. 9 ആകുമ്പോൾ y എന്തായിരിക്കും? 2 × 9 + 1 is equal to 9 × 2 18 + 1 19. അടുത്തത് x 12 ആകുമ്പോൾ y എന്തായിരിക്കും? y is equal to 2 × 12 + 1 is equal to 12 × 2 24 + 1 25. അടുത്തത് x 20 ആകുമ്പോൾ y എന്തായിരിക്കും? y is equal to 2 × 20 + 1 is equal to 40 + 1 45. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് us plot the points -1, -3, 0, 0, 1, 3, 3, 9, 4, 12 in the coordinates plane on a graph paper as shown in figure 2.6. Join the points -1, -3 and 4, 12 using a ruler. Doing so, observe that all 5 points lie on a straight line. Can you guess the equation of this line by looking at the relationship between x and y coordinates of each points? അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പോയിൻറ്റ്സുകൾ ഇതായി ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? -1, 3യും 4, 12ഉം കൂടെ റൂളർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ യൂണിറ്റും 2 വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം -1 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലിൽ വരും, ഇവിടെ വരും. അടുത്തത് -3 എന്ന് പറയുന്നത് -2ൻ്റെയും -3യുടെയും കൂടെ മിഡിലിൽ വരും. അതുകൊണ്ടാണ് -1, -3 ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ പോയിൻറ്റും 4, 12ഉം കൂടെ ജോയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 4, 12 ഇവിടെയാണ്. നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിൻറ്റുകളെല്ലാം എവിടെയാണോ എന്ന് നോക്കണം, നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഈ പോയിൻറ്റുകളെല്ലാം എവിടെയാണ് വന്നിട്ടുള്ളത്? 3, 9 സ്ട്രെയിറ്റ് ലൈനിലാണ്, 1, 3 സ്ട്രെയിറ്റ് ലൈനിലാണ്, 0, 0 സ്ട്രെയിറ്റ് ലൈനിലാണ്. എല്ലാ പോയിൻറ്റുകളും സ്ട്രെയിറ്റ് ലൈനിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ എക്സ് 0 ആയപ്പോൾ y എന്തായി? y 0 ആണ്. എക്സ് 1 ആയപ്പോൾ y 3 ആണ്. എക്സ് 3 ആയപ്പോൾ y 9 ആണ്. എക്സ് 4 ആയപ്പോൾ y 12 ആണ്. അപ്പോൾ നോക്കിയേ, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിയേ. 0 ആയപ്പോൾ 0, 1 ആയപ്പോൾ 3, 3 ആയപ്പോൾ 9, 4 ആയപ്പോൾ 12. അപ്പോൾ എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് നമുക്ക് വൈയിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് y എന്താണ് എന്ന് നമുക്ക് പറയാം? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ y is equal to 3 × x എന്ന് നമുക്ക് പറയാം, അല്ലേ? y കിട്ടുന്നത് എപ്പോഴാണ്? ഈ എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3, 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ എന്താ? y is equal to 3x ആണ് നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ലെറ്റ് us plot the points -3, 6, -2, 4, 0, 0, 1, -2, 2, -4, 3, -6 in the coordinate plane on a graph paper as shown in figure 2.7. അപ്പോൾ ഇതാ ഇവിടെ പോയിൻറ്റ്സുകളെല്ലാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ദ പോയിൻറ്റ്സ് -3, 6 ആൻഡ് 3, -6. അപ്പോൾ ഏതൊക്കെയാണ്? ഇതാ ഈ പോയിൻറ്റും കൂടെ റൂളർ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ പോയിൻറ്റ്സുകളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൂയിങ് സോ ഒബ്സർവ് ദാറ്റ് ഓൾ 5 പോയിൻറ്റ്സ് ലൈ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. എല്ലാ പോയിൻറ്റുകളും സ്ട്രെയിറ്റ് ലൈനിലാണോ? ആണ്, അല്ലേ? -2, 4 സ്ട്രെയിറ്റ് ലൈനിലാണ്, 0, 0 സ്ട്രെയിറ്റ് ലൈനിലാണ്, 1, -2 സ്ട്രെയിറ്റ് ലൈനിലാണ്, 2, -4
സ്ട്രെയിറ്റ് ലൈനിലാണ്. ഈ എല്ലാ പോയിന്റുകളും എവിടെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് വന്നിട്ടുള്ളത്. ക്യാൻ യു ഗെസ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ബൈ ലുക്കിംഗ് അറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ഈച്ച് പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മളോട് എക്സിൻ്റെയും വൈയുടെയും കോർഡിനേറ്റ്സ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും കോർഡിനേറ്റ്സ് എന്താണ് എന്നൊന്ന് നോക്കണം. അപ്പോൾ ഇതാ ഫസ്റ്റ് വണ്ണിൽ എക്സ് ഈസ് 3. അപ്പോൾ വൈ എന്തായി? വൈ ഈസ് -6. അടുത്തത് എക്സ് 2 ആയപ്പോൾ വൈ ഈസ് -4. അടുത്തത് എക്സ് 1 ആയപ്പോൾ വൈ ഈസ് -2. അടുത്തത് ഇവിടെ എക്സ് -2 ആയപ്പോൾ വൈ ഈസ് 4. അടുത്തത് എക്സ് -3 ആയപ്പോൾ വൈ ഈസ് 6. അപ്പോൾ നോക്കിയേ, ഇവിടെ 3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് -6 കിട്ടിയത്? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അല്ലേ? 3 × -2 ഈസ് -6. അടുത്തത് 2 × എക്സിനെ, അത് എക്സ് 2 ആണ്, 2വിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -4. അടുത്തത് 1നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -2. അടുത്തത് എക്സ് -2 ആണ്, അതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടും. അടുത്തത് എക്സ് -3 ആണ്, അതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ -2 × എക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് y കിട്ടിയത്. അപ്പോൾ എന്തെഴുതാം? -2x എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? y = -2x ആണ് ഈ ഗ്രാഫിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് y = 1/2x, y = x, y = 2x by selecting suitable points on this line. ഇതിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് y = 1/2x, y = x, y = 2x. സ്യൂട്ടബിൾ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ഓർഡർ to graph y = 1/2x, we could take the points 0, 0 and 4, 2. Can you verify that these lie on the line? അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന കോർഡിനേറ്റ് ഈ ലൈനിലാണോ ലൈ ചെയ്യുന്നത് നോക്കണം. അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സ് ലേബൽ ചെയ്യാതെ ഈ ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ y = 1/2x, ഇതിൽ 0, 0 വരുമ്പോൾ x 0, y 0 അല്ലേ? അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ 2m ഫുള്ള് 0 ആകും. സോ y ഈസ് 0. ഇനി എക്സിന് 4 കൊടുക്കുമ്പോൾ ഇതെന്താവും? എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് 1/2 × 4, 2ഉം 4ഉം കൂടെ ക്യാൻസലായി 2 ആകും. സോ y = 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ്സ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? ലൈനിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദാ 0, 0, എക്സ് 4 ആകുമ്പോൾ y ഈസ് 2, ദ പോയിൻ്റ് ഇവിടെ വരും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ y = 1/2x ഗ്രാഫാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. അതേപോലെ y = x ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. y = x ആണെങ്കിൽ പോയിൻറ്റ്സ് എന്ത് വരും? എക്സിന് 1 കൊടുത്താൽ വൈയും 1 വരും, എക്സിന് 2 കൊടുത്താൽ വൈയും 2 വരും, എക്സിന് 3 കൊടുത്താൽ വൈയും 3 വരും അല്ലേ? അപ്പോൾ അതാ ഇവിടെ നോക്കിയാൽ എക്സിന് 1 ആണെങ്കിൽ വൈയും 1 ആണ്, എക്സിന് 2 ആണെങ്കിൽ വൈയും 2 ആണ്, എക്സിന് 3 ആണെങ്കിൽ വൈയും 3 ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഈ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഗ്രാഫ് ഇതാ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, y = 2x, y = 2x ഇവിടെ തന്നിട്ടുള്ളത്. y = 2x വരുമ്പോൾ എക്സിന് 0 ആകുമ്പോൾ വൈയും എന്താവും? 0 ആകും. എക്സ് 1 ആകുമ്പോൾ y എന്താകും? 2 × 1 2 ആകും. എക്സ് 2 ആകുമ്പോൾ y എന്താകും? 2 × 2 4 ആകും. അപ്പോൾ നോക്കിയാൽ എക്സിന് 1 കൊടുത്തപ്പോൾ y 2, ദ പോയിൻ്റ് ഇവിടെ വന്നു. എക്സിന് 2 കൊടുത്തപ്പോൾ y ഈസ് 4, ദ പോയിൻ്റ് ഇവിടെ വന്നു. കണ്ടോ? ഇങ്ങനെയാണ് ഗ്രാഫിൻ്റെ പോയിൻറ്റ്സ് എടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫുകളും 3ഉം കൂടെ ഒരു ഗ്രാഫിൽ വരച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ഇതാ നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ a > 1ഉം a < 1ഉം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay, first of all we observe that the straight line representing an equation of the form y = ax always passes through the origin 0, 0.
അപ്പോൾ ഈ 3 ഗ്രാഫുകളും എങ്ങനെയാണ് ഒറിജിനിൽ കൂടെയാണ് പാസ് ചെയ്തു പോയിട്ടുള്ളത്. y = ax എന്ന് പറയുന്ന ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനെയാണ്. ഇത് ഓൾവേസ് പാസ് ത്രൂ ദി ഒറിജിൻ 0,0. ഇനി നോക്കിയേ a>1 ആകുമ്പോൾ a>1 എന്ന് വെച്ചാൽ എന്താ a 2 3 4 അങ്ങനെ എന്തും വരാം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ y = x എന്ന് പറയുന്നതാണ് ഈ റെഡ് ലൈൻ. ഈ റെഡ് ലൈൻ നോക്കിയേ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും എങ്ങനെയാണ് ഈക്വലി ആണ് ഒരു ചരിവ് വന്നിട്ടുള്ളത്, ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇൻക്ലൈൻഡ് മീൻസ് ചരിഞ്ഞിരിക്കുക. എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഈക്വലി ആണ് ഇതിൻ്റെ ചരിവ് വന്നിട്ടുള്ളത്. ഓക്കെ, a>1 ആയപ്പോഴോ a>1 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്പോൾ ഇവിടെ എന്തായിരിക്കും y = 2x. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ a>1 ആകുമ്പോഴുള്ള ഗ്രാഫാണ് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ്? ദ ലൈൻ ഈസ് സ്റ്റീപ്പർ ദാൻ ദ ലൈൻ y = x അല്ലേ. ഈ y = x എന്ന് പറയുന്ന ലൈനിനെ കാട്ടിൽ സ്റ്റീപ്പറായിട്ടാണ് y = 2x, അതായത് a>1 ആകുമ്പോൾ വന്നിട്ടുള്ളത്. ഇനി a<1 ആകുമ്പോഴോ a<1 എന്ന് വെച്ചാൽ എന്താ? 1നെ കാട്ടിൽ ചെറിയ നമ്പർ ആയിരിക്കണം. അതായത് ഏത് ഗ്രാഫാ? y = ½ x അല്ലെങ്കിൽ 1/2x. 1/2 ഈസ് ലെസ് ദാൻ 1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ? ദ ലൈൻ ഈസ് ലെസ് സ്റ്റീപ്പ് ദാൻ ദ ലൈൻ y = x. y = x-നെ കാട്ടിൽ കുറച്ച് ചരിവേ ഇതിന് വന്നിട്ടുള്ളൂ. y = x രണ്ട് ആക്സിസിലേക്കും ഈക്വലി ആണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. a<1 വന്നപ്പോഴോ a>1 വന്നപ്പോൾ ദ ലൈൻ ഈസ് സ്റ്റീപ്പർ ദാൻ y = x. അടുത്തത് a<1 വന്നപ്പോൾ ദ ലൈൻ ഈസ് ലെസ് സ്റ്റീപ്പ് ദാൻ ദ ലൈൻ y = x. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ a എന്തിനെ റെഫർ ചെയ്യുന്നു? ഇവിടെ a സ്ലോപ്പിനെ റെഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ a കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ലോപ്പിനെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഫാക്ട് a ഈസ് റെഫേർഡ് ടു ആസ് ദി സ്ലോപ്പ് ഓഫ് ദ ലൈൻ y = ax. ഇനി ലീനിയർ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഈ സ്ലോപ്പിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോവാണ്. നോക്കിയാൽ എന്താണെന്ന് നോക്കിയേ. എ ലീനിയർ ഗ്രോത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ലീനിയർ ഗ്രോത്തും ലീനിയർ ഡീക്കേയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ലീനിയർ ഗ്രോത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് സ്ലോപ്പ് വെച്ചാണ്. അതായത് എ പോസിറ്റീവ് ആണ് എങ്കിൽ എന്തായിരിക്കും? ലീനിയർ ഗ്രോത്ത് ആയിരിക്കും. ലീനിയർ ഡീക്കേ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ലീനിയർ ഡീക്കേ ആയിരിക്കും. നോട്ട് ദാറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് ഇൻ ദ പാറ്റേൺ ഇൻ figure 2.4 leads to the sequence 1 3 5 7 in which the difference of consecutive terms is the constant 2. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഒരു പോർഷനിൽ നമ്മൾ സ്ക്വയർ ടൈൽസിൻ്റെ ഗ്രോത്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ സീക്വൻസ് എങ്ങനെയായിരുന്നു? 1 3 5 7 എക്സെട്ര ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ഈ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതായത് 3ഉം 1ഉം കൂടെ 2 ആയിരുന്നു. 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പോൾ ഈ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരുന്നു. Okay, the slope of the line representing the linear relationship between the term number and the number of square tiles is y = 2x - 1 is 2. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച സ്ക്വയർ ടൈൽസിൻ്റെ ഗ്രോത്തിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് കിട്ടിയ ലീനിയർ റിലേഷൻഷിപ്പ് എന്തായിരുന്നു? y = 2n - 1 ആയിരുന്നു. അത് ഞാനിവിടെ 2x - 1 എന്നെടുക്കുന്നു. y = 2x - 1. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ പഠിച്ച ഇക്വേഷനിൽ a എന്തായിരുന്നു? a ഈസ് എക്സിൻ്റെ കൂടെ വരുന്നതാണ് a ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ a എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഈസ് 2. അപ്പോൾ ഈ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്?
Slope represents the constant difference between consecutive terms of the sequence. ഓക്കെ, ഇവിടെ നമുക്ക് കോൺസിക്യൂട്ടീവ് ടേം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പോൾ ഈ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ y = ax-ൽ സ്ലോപ്പ് എന്താണ്? എ ആണ് സ്ലോപ്പ്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്ലോപ്പായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ y = 2x - 1. ഇവിടെ എന്താണ്? 2 ആണ് കോൺസ്റ്റൻറ്റ്. സോ 2 ഈസ് ദി സ്ലോപ്പ്. അടുത്ത എക്സാമ്പിൾ 15. Now let us draw the graph of y = -1/3x, y = -x, y = -3x by selecting suitable points on these lines. Figure 2.10 shows the graphs of these linear equations without any points labeled on them. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്യൂട്ടബിൾ പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോയിൻറ്റ്സ് ഒന്നും ലേബൽ ചെയ്യാതെയുള്ള ഒരു ഗ്രാഫ് ഇതാ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം 3 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ y = -1/3x, സെക്കൻഡ് വൺ y = -x, തേർഡ് വൺ y = -3x. ഇങ്ങനെയുള്ള ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, y = -1/3x ഗ്രാഫ് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് എക്സ് ആക്സിസിനോടാണ് അല്ലേ. y = -x വന്നപ്പോഴോ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഈക്വലി ആണ് ഇൻക്ലൈൻ ചെയ്യുന്നത്. അടുത്തത് y = -3x വന്നപ്പോഴോ വൈ ആക്സിസിനോട് ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ഗ്രാഫ് വന്നിട്ടുള്ളത്. ഇനി ഈ 3 ഗ്രാഫുകളും കൂടെ ഒരു ഗ്രാഫിൽ വരച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിനെ നമുക്കിവിടെ ഇതിനെ എങ്ങനെ എഴുതാം? ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്തെഴുതാം? y = -ax എന്ന് എഴുതാം അല്ലേ. എ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇവിടെ എല്ലായിടത്തും നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് എടുത്തു. ഈ ഗ്രാഫിലെ എന്ത് വരും? a is 3. ഇവിടെ a 3 ആയിട്ട് വരും. ഇവിടെ a is 1. ഇവിടെ a is 1/3. ഈ ഗ്രാഫിലെ 1/3 ആയിട്ട് വരും. ഓക്കെ, നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ ഗ്രാഫിൽ a > 1 a < 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നോക്കിയേ, ഇവിടെ y = -x വന്നപ്പോൾ ഇത് ഈക്വലി ഇൻക്ലൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. വെൻ a > 1 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? the line becomes steeper. It gets closer to the y-axis. അതായത് a3 എന്ന് നമുക്ക് ഇവിടെ ഗ്രാഫിൽ ഉള്ള സ്ലോപ്പ് 3 ആണ്. അപ്പം y ആക്സിസിനോട് ക്ലോസ് ആയിട്ട് വന്നു. ഇനി a < 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും? a < 1 ആകുമ്പം ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ ടു ദി എക്സ് ആക്സിസിനോട് ക്ലോസ് ആയിട്ട് വരും. ഓക്കെ, അടുത്തത് തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഗ്രാഫ്സ് ഓഫ് ദി ഇക്വേഷൻ y = 3x + 1 ആൻഡ് y = -3x + 1. ഈ 2 ഇക്വേഷൻസിൻ്റെ ഗ്രാഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ y = 3x + 1 എന്ന് പറയുന്ന ഗ്രാഫിൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് 3. ഇത് പോസിറ്റീവ് സ്ലോപ്പാണ് അല്ലേ. ഇനി അടുത്തത് y = -3x + 1ൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് -3. ഇവിടെ എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾ 16. Let us now draw the graph of y = 2x - 1, y = 2x + 1, y = 2x + 5. ഫസ്റ്റ് ഇൻഡിവിജ്വലി ആൻഡ് ദെൻ ഓൺ ദ സെയിം ആക്സിസ്. അപ്പോൾ നോക്കിയേ, ഇൻഡിവിജ്വലി ഉള്ള ഗ്രാഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 2x - 1ൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ 2x - 1ൻ്റെ ഗ്രാഫിൽ ഒറിജിനൽ കൂടെ അല്ല നമ്മുടെ ഗ്രാഫ് പോകുന്നത് അല്ലേ. ഇതുവഴിയാണ് പോകുന്നത്? y ആക്സിസിൽ -1 കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ഇക്വേഷൻ എന്തായിരുന്നു? 2x - 1. അടുത്തത് 2x + 1. 2x + 1ൽ ഇതുവഴിയാണ് ഗ്രാഫ് കട്ട് ചെയ്യുന്നത്? പോസിറ്റീവ് 1 ഗ്രാഫ് കട്ട് ചെയ്തു പോകുന്നത്. അടുത്തത് 2x + 5.
അപ്പോൾ വൈ ആക്സിസിൽ എവിടെയാണ് ഗ്രാഫ് കട്ട് ചെയ്യുന്നത്? വൈ ആക്സിസിൽ 5-ലാണ് ഗ്രാഫ് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് മൂന്നും കൂടി ഒരുമിച്ചുള്ള ഗ്രാഫാണ് ഇതാ നമുക്കിവിടെ ഈ തന്നിട്ടുള്ളത്. y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1, y ഈസ് ഈക്വൽ ടു 2x മൈനസ് 1, y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5. മൂന്നും കൂടി ഒരുമിച്ചിട്ടുള്ള ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് മൂന്നും കൂടി ഒരുമിച്ച് വരച്ചപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? മൂന്നും പാരലായിട്ടാണ് നമുക്ക് ഈ ഗ്രാഫ് ഇവിടെ കിട്ടിയത് അല്ലേ? ഇതിൻ്റെ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് നോക്കിയേ. ഡസ് ദിസ് ഹെൽപ്പ് യു ടു കൺക്ലൂഡ് എനിത്തിങ് അബൌട്ട് ദ ലീനിയർ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു ax പ്ലസ് b വെൻ a ഈസ് ഫിക്സ്ഡ് ബട്ട് b വേരീസ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഗ്രാഫുകളിലെല്ലാം നോക്കിയാൽ നമ്മുടെ ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5, y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1, y ഈസ് ഈക്വൽ ടു 2x മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബിയുടെ ഫോമിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിലെല്ലാം a എന്താണ്? a ഈസ് കോൺസ്റ്റൻറ്റ്, ഫിക്സ്ഡ് ആണ് അല്ലേ? a ഫിക്സ്ഡ് ആണ്, വേരി ചെയ്യുന്നില്ല, എല്ലായിടത്തും 2 ആണ്. ബി നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷനിൽ 5, സെക്കൻഡ് ഇക്വേഷനിൽ 1, തേർഡ് ഇക്വേഷനിൽ -1. ബി വേരി ചെയ്യുന്നുണ്ട്, എ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ഇങ്ങനെ വരുമ്പോൾ ഈ ലൈൻസ് നമ്മൾ എന്താണ് എന്ന് കണ്ടു? ഈ ഗ്രാഫിൽ പാരലൽ ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പാരലൽ ലൈൻസ് ആയിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് പാരലലായത്? The line remain parallel to each other because എന്തുകൊണ്ടാണ് പാരലലായത്? Because they all share the same slope. എല്ലാ ഗ്രാഫുകൾക്കും സെയിം സ്ലോപ്പാണ്, അതായത് 2 ആണ് സ്ലോപ്പായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് പാരലലായത്. ഇനി ബി ഇവിടെ ചേഞ്ച് ചെയ്തു അല്ലേ? ബി ചേഞ്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ബി ചേഞ്ച് ചെയ്തപ്പോൾ ഈ ലൈൻ ഒന്നെങ്കിൽ അപ്പിലേക്കോ ഡൗണിലേക്കോ വൈ ആക്സിസിൽ എന്ത് ചെയ്തു? ഷിഫ്റ്റായി അല്ലേ? അതായത് ഇവിടെ -1 ആയപ്പോൾ വൈ ആക്സിസിൽ ഇത് താഴേക്കാണ്, +1 ആയപ്പോൾ വൈ ആക്സിസിൽ കുറച്ച് മുകളിലേക്ക് പോയി, +5 ആയപ്പോൾ ലൈൻ വീണ്ടും വൈ ആക്സിസിൽ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ വൈ ചേഞ്ച് ആയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ചേഞ്ചിങ് ബി ഷിഫ്റ്റ് ദ ലൈൻ അപ്പ് ഓർ ഡൗൺ അലോങ് ദി വൈ ആക്സിസ്. ഇനി ഇവിടെ ബി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത് വൈ ആക്സിസിൽ എവിടെയാണ് ലൈൻ ക്രോസ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ? ഇവിടെ ബി എന്തായിരുന്നു? -1 ആയിരുന്നു. അപ്പോൾ -1 ആയപ്പം വൈ ആക്സിസിൽ ക്രോസ് ചെയ്യുന്നത് എവിടെയാണ്? -1ലാണ്. ഇവിടെ +1 ആയപ്പോൾ വൈ ആക്സിസിൽ ക്രോസ് ചെയ്യുന്നത് +1ലാണ്. ഇവിടെ എന്താണ്? ബി 5 ആയപ്പോൾ വൈ ആക്സിസിൽ 5-ൽ കൂടെയാണ് വൈ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദ വാല്യൂ ഓഫ് ബി സ്പെസിഫിക്കലി ഡിറ്റർമൈൻ വേർ ദ ലൈൻ ക്രോസസ് ദി വൈ ആക്സിസ് അല്ലേ? പോയിൻ്റ് എന്ത് വരും? 0,b എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 2 ആണ് സ്ലോപ്പ്, എല്ലാ ഇക്വേഷനിലും 2 സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മുടെ 3 ലൈനുകളും പാരലലായിട്ട് വന്നത്. പിന്നെ ഇവിടെ വൈ വേരി ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫ് വൈ ആക്സിസിൽ അപ്പിലേക്കോ ഡൗണിലേക്കോ ഷിഫ്റ്റ് ആകുന്നുണ്ട് അല്ലേ? അപ്പോൾ വൈ ആക്സിസിൽ ഏത് പോയിന്റിൽ കൂടെയാണ് നമ്മുടെ ലൈൻ കടന്നു പോകുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ബി ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, now let us draw the graph of the equation y is equal to x plus 3, y is equal to 2x plus 5 and y is equal to 3x minus 2 and observe where the line cut the y axis. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫുകളിൽ എവിടെയാണ് വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2x plus 3 എവിടെയാണ് കട്ട് ചെയ്യുന്നത്? x plus 3യുടെ ഗ്രാഫ് ബ്ലാക്ക് ലൈനാണ്, വൈ ആക്സിസിൽ ഇതാ ഇവിടെയാണ് അല്ലേ? 0,3ലാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 കട്ട് ചെയ്യുന്നത് 0,3ലാണ്. അടുത്തത് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5 കട്ട് ചെയ്യുന്നത് എവിടെയാണ്? 2x പ്ലസ് 5 റെഡ് ലൈനാണ്, എവിടെയാണ് കട്ട് ചെയ്യുന്നത്? 0,5ലാണ് കട്ട് ചെയ്യുന്നത്. അടുത്തത് y ഈസ് ഈക്വൽ ടു 3x മൈനസ് 2 എവിടെയാണ് വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്നത്? 0,-2ലാണ്
കട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, എ എക്സ് പ്ലസ് ബി എന്നുള്ള വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള ഇക്വേഷനിൽ ബി ആണ് 3ഉം 5ഉം -2ഉം. അപ്പോൾ വൈ ആക്സിസിൽ എവിടെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബി ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ സ്ലോപ്പ് 1 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 2 ആണ്, തേർഡ് ഇക്വേഷനിൽ 3 ആണ്. സ്ലോപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ലൈൻസ് ഒന്നും എന്തല്ല, പാരലൽ അല്ല. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഇക്വേഷനിൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അതായത് 3യിലാണ് വൈ ആക്സിസിൽ 3യിലാണ് നമ്മുടെ ലൈൻ കട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്, ലൈൻ കട്ട് ദി വൈ ആക്സിസ് അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ്സ് ഫ്രം ദി ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് അകലെയാണ് നമ്മുടെ വൈ ആക്സിസ് ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അതെവിടെയാണ്, പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇനി അടുത്ത ഇക്വേഷനിൽ 3x - 2വിൽ ബി 2 ആണ് അല്ലേ, അല്ലെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ് 2 ആണ്. ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ്, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് -2 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ദ ലൈൻ കട്ട്സ് ദി വൈ ആക്സിസ് അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 2 യൂണിറ്റ്സ് ഫ്രം ദി ഒറിജിൻ ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. നെഗറ്റീവ് ഡയറക്ഷനിൽ ഒറിജിനിൽ നിന്ന് 2 യൂണിറ്റ്സിലാണ് വൈ ആക്സിസ് ലൈനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കി, ആഫ്റ്റർ ഒബ്സർവിങ് ദ ഗ്രാഫ്സ് ഇൻ ഫിഗർ 2.8 to 2.14 വി മേ കൺക്ലൂഡ് ദി ഫോളോയിങ്. അപ്പോൾ ഇത്രയും ഗ്രാഫുകൾ നോക്കി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് നോക്കാം. ഇൻ ദി ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, എ റെപ്രസെൻറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആൻഡ് ബി റെപ്രസെൻറ്റ് ദ വൈ ഇൻ്റർസെപ്റ്റ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇക്വേഷനിൽ എ എന്തായിരിക്കും, എ സ്ലോപ്പ് ആയിരിക്കും. ബി എന്തായിരിക്കും, ബി ആണ് വൈ ഇൻ്റർസെപ്റ്റ്. അതായത് വൈ ആക്സിസിൽ എവിടെയാണ് നമ്മുടെ ഗ്രാഫ് കട്ട് ചെയ്യുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ബി ആണ്. അടുത്തത്, ഇഫ് വി ചേഞ്ച് ദ വാല്യൂ ഓഫ് എ കീപ്പിംഗ് ബി ഫിക്സ്ഡ്, ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ചേഞ്ചസ് വൈൽ ദ വൈ ഇൻ്റർസെപ്റ്റ്സ് റിമെയിൻ ഫിക്സ്ഡ്. അപ്പം എ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, അതായത് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നു, ബി ഫിക്സ്ഡ് ആയിട്ടും വെക്കുകയാണെങ്കിൽ ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ചേഞ്ചസ് വൈൽ ദ വൈ ഇൻ്റർസെപ്റ്റ് റിമെയിൻസ് ഫിക്സ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, വൈ ഇൻ്റർസെപ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും, സ്ലോപ്പ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇഫ് വി ചേഞ്ച് ദ വാല്യൂ ഓഫ് ബി കീപ്പിംഗ് ദ വാല്യൂ ഓഫ് എ ഫിക്സ്, ദ ലൈൻ ഷിഫ്റ്റ് ബട്ട് റിമെയിൻ പാരലൽ ടു ദി ഒറിജിനൽ ലൈൻ. അപ്പോൾ ഇവിടെ ബി എന്ത് ചെയ്യുന്നു, എ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു, ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ലൈനിന് പാരലായിട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ലൈനുകൾ വരിക. ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകും, പക്ഷേ ഒറിജിനൽ ലൈനിന് പാരലായിട്ടായിരിക്കും വരുന്നത്. ദസ് ലൈൻസ് വിത്ത് ഈക്വൽ സ്ലോപ്പ് ബട്ട് ഡിഫറെൻറ്റ് വൈ ഇൻ്റർസെപ്റ്റ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ ഈക്വൽ സ്ലോപ്പും ഡിഫറെൻറ്റ് വൈ ഇൻ്റർസെപ്റ്റ്സും ഉള്ള ലൈൻസ് എന്തായിരിക്കും, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നന്നായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സസൈസ് 2.6 ആണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.